നാടിനെ നടുക്കുന്ന ഞെട്ടിക്കുന്ന സംഭവമാണ് പൊന്നു മനുഷ്യന്മാരെ. അതായത് കൊല്ലത്ത് നിന്ന് വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. 72കാരി കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു രംഗം ഞാനിപ്പോൾ വെച്ചു തരാം. അതായത് പേര് വൃദ്ധസദനം, പേര് അഭയ കേന്ദ്രം, അതിനകത്ത് 72കാരിയായിട്ടുള്ളവരെ പീഡിപ്പിക്കുന്ന ബ്രഹ്മദാസ് എന്ന ഒരു വൃത്തികെട്ടവൻ. എന്താ അല്ലേ, എവിടെയെന്ന് ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ കാണണം. അതിനുശേഷം 72കാരി കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ ദൃശ്യം. പിന്നീട് രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടിട്ടുണ്ട്, അവർക്ക് എന്താണ് പറയാനുള്ളത് അത്. അതിനുശേഷം ആ അഭയ കേന്ദ്രത്തിൽ പണിയെടുക്കുന്ന യുവതികൾ കരഞ്ഞുകൊണ്ട് ഈ ബ്രഹ്മദാസിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു രംഗം നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം പൊന്നു മനുഷ്യന്മാരെ. അതിനു മുമ്പ് ഈ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. കാരണം ബ്രഹ്മദാസ് കാണിക്കുന്ന ഈ വൃത്തികേട് 72 വയസ്സായ അമ്മൂമ്മയെ പീഡിപ്പിക്കാൻ കാണിച്ച ആ വൃത്തികെട്ടവനെ നമ്മൾ തൂക്കിക്കൊല്ലണ്ടേ? അപ്പോൾ വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ ഷെയർ ചെയ്യണം. നമുക്ക് ആദ്യം എന്താണ് സംഭവം, എവിടെയെന്നൊന്ന് കണ്ടു നോക്കാം. തെന്മല ഇടമൺ ക്ഷേത്രഗിരിയിൽ പ്രവർത്തിക്കുന്ന അഭയകേന്ദ്രത്തിലെ അന്തേവാസിയായ 72കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി. തെന്മല പഞ്ചായത്ത് 14-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന പുനർജനി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. ഓക്കെ, ആ ഒരു അമ്മൂമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന രംഗം. ഞാൻ ഇവിടെ വന്നിട്ട് 6 മാസമായി. 6 മാസമായി ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ 6 മാസം കൊണ്ട് അടി ഇടി 4 പെണ്ണുങ്ങളെ അടച്ചു കൊന്ന് അതോരോ ഞാൻ കണ്ടതാണ് സാറ്. അതുകൊണ്ട് ഇപ്പം മെനിയാന്ന് അങ്ങനെ മദ്യം കുടിച്ചിട്ട് 3 കുപ്പി മദ്യം എടുത്ത് കട്ടിലിന്റെ അടുക്ക അകത്ത് വെച്ചിട്ട് ആദ്യം 2 കുപ്പി പൊട്ടിച്ച് കുടിച്ചിട്ട് 3ാമത് ഒരു കുപ്പി എടുത്ത് ഗ്ലാസ് വിത്തിട്ട് വെള്ളം വെത്തി എനിക്ക് തന്നെ. ഞാൻ കുടിച്ചില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുടിക്കൂല, എനിക്ക് കുടിച്ചൂടാ, സുഖം ഇല്ലാത്തോണ്ട് കുടിച്ചൂടാന്ന്. അങ്ങനെ തന്നെ അവിടെ പെരിക്കത്തിട്ട് ഇടിക്കുകയും അടിക്കുകയും പൂര ഇടിക്കുകയും ചെയ്ത് പെരയും പൊട്ടിട്ട് അതും ഈ തുണികൾ മൊത്തം ഊരിട്ട് അങ്ങേര് ഭാര്യ എന്തെല്ലാം ചെയ്യോ അതുപോലെ ചെയ്ത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മച്ചിൻ്റെ ഞാൻ വന്ന പുറത്ത് അമ്മച്ചി എന്നെ അടിക്കാൻ ഒരുങ്ങി. എന്തെന്ന് പറഞ്ഞ പൊന്നു സാറുമാര് അതുണ്ടെന്ന് എൻ്റെ അമ്മച്ചിയെ വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞ് പോയത്. അതുകൊണ്ട് ആ ചേച്ചി അവിടെ തടഞ്ഞു നിർത്തി ഞങ്ങള്. അതുകൊണ്ട് എത്ര നാളായാലും ഞങ്ങൾക്കൂടെ അങ്ങനെ കുടിച്ചിട്ട് കുടിക്കാത്തോണ്ട് അങ്ങനെ കാര്യം മൊത്തം കണ്ട് ഭാര്യയെ കാണാൻ പോലെ കണ്ട ഈ തുണിയാ ഞാൻ ഇട്ടിട്ട് ഈ തുണി ഊരിയിട്ടാണ് അങ്ങനെ കണ്ടത്. കണ്ടിട്ട് കയറെടുത്ത് ഈ കയറുകൊണ്ട് നിങ്ങൾ 2 പേരും കൂടെ അടിച്ചു ഒന്ന് കെട്ടി തൂക്കുമെന്ന് എൻ്റെ പറഞ്ഞതാ സാറ്. അപ്പൊ 4 ഭാര്യയുള്ളപ്പോ അടിച്ചു കൊന്നു. എടാ ബ്രഹ്മദാസ്, നാണമുണ്ടോ? ആരാണ് ബ്രഹ്മദാസ്? അതായത് ഈ അഭയ കേന്ദ്രം നടത്തിപ്പുകാരനാണ് ഈ നായി. എന്താ അല്ലേ, എങ്ങനെ മനസ്സ് വന്നുടാ? പൊന്നാര പോലീസിനോട് ഒരു കാര്യം പറയുകയാണ്, ഇവനെ വെറുതെ വിടരുത്. ഓക്കെ, അവിടുത്തെ നാട്ടുകാരും ആ ഒരു അഭയ കേന്ദ്രത്തിൽ പണിയെടുത്തവരും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വെച്ച് തരാം. അതിനുശേഷം രാഷ്ട്രീയ നേതാക്കൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ വെച്ച് തരാം. ഓക്കെ, സ്ഥാപനത്തിന്റെ ലൈസൻസും നടത്തിപ്പ് പ്രവർത്തനങ്ങളും ഉൾപ്പെടെ തെന്മല പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. തെന്മല പഞ്ചായത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഒന്നും പേടിക്കണ്ട അമ്മച്ചി, ഞങ്ങൾ നോക്കും. പോലീസിന്റെ ഒരു കണ്ണപ്പോഴും ഇവിടെ ഉണ്ടാവും. അമ്മ ഇരിക്കവിടെ, എനിക്ക് മനസ്സിലായി. ഏകദേശം 10:40 ഇവിടെ പെയിന്റിങ്ങിന് വന്ന വെള്ളിമല സ്വദേശിയായ നോബിളാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. നോബിൾ ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞ് പുനർജനി അഭയകേന്ദ്രത്തിൽ നിന്ന് 2 അമ്മമാർ കരഞ്ഞുകൊണ്ട് ഓടി അടുത്തുള്ള വീടുകളിൽ അഭയം തേടി എന്നാണ് പറഞ്ഞത്. ഉടൻ തന്നെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന 2 അമ്മമാരെയാണ് കാണുന്നത്. അവരോട് കാര്യം ചോദിച്ചപ്പോൾ അവർ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നടക്കാത്ത കാര്യങ്ങളാണ് ഈ പുനർജനി അഭയകേന്ദ്രത്തിൽ നടന്നത്. അവരെ ഇതിൻ്റെ നടത്തിപ്പുകാരനായ ബ്രഹ്മദാസ് എന്ന വ്യക്തി നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ തന്നെ അവരെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ ഏകദേശം 12ഓളം പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. അവർ വന്ന് നമ്മൾ ഇതിനകത്ത് സ്ഥലത്ത് വന്ന് കാണാൻ സാധിച്ചപ്പോൾ വളരെ മലിനമായിട്ട് മലമൂത്ര വിസർജനം നടത്തിയ കട്ടിലിനകത്തായിട്ടാണ് ഇവരെ കിടക്കുന്നതായിട്ട് കണ്ടത്. ഇതിൻ്റെ 9 ആണുങ്ങളും 3 സ്ത്രീകളും ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ 2 സ്ത്രീകളോടായിരുന്നു ഈ ബ്രഹ്മദാസ് എന്ന വ്യക്തി ഇവരെ ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്താണ്
രാവിലെ എന്നെ റിയാസാണ് വിളിക്കുന്നത്. എന്നതുപോലെ നമ്മുടെ പുനർജനി അഗതി മന്ദിരത്തിലൊരു പ്രശ്നമുണ്ട്. അവരെ പ്രായമായ സ്ത്രീകളെ അവർ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അറിവിലാണ് വന്നത്. അങ്ങനെ വന്നപ്പോൾ അമ്മമാർ പറയുന്നത് ഇതാണ്, അവരെ രാത്രി എടുത്തുകൊണ്ട് പോയി ശാരീരികമായി ഉപദ്രവിക്കാനും അവരെ വെള്ളം കൊടുത്ത് ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട്. രാത്രി 2 മണി 3 മണിയൊക്കെ ആയി അവരെ എടുത്തുകൊണ്ട് പോയി വേറെ റൂമിലാക്കി അവർക്ക് വെള്ളം കൊടുക്കുക, അവർ തട്ടിക്കളയുമ്പോൾ അവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട്. എന്നിട്ട് അസഭ്യവാക്കൾ അവരോട് പറയുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അയൽക്കാരാണ് വിളിച്ചത്. ഇതുപോലെ 2 അമ്മമാർ ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ സ്ഥലത്തെത്തി അവരോട് കാര്യം തിരക്കിയപ്പോൾ അവരിതുപോലെ അവരെ ഉപദ്രവിക്കുകയാണ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൈംഗികമായിട്ടും ഒക്കെ അവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ 2.5 മാസമായതേ ഉള്ളൂ ഇവിടുത്തെ ചേച്ചി ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ആള് മരിച്ചുപോയി. അന്നൊക്കെ ഇവിടെ വരുമ്പോഴൊന്നും ഇവിടെ ഇപ്പോൾ ഒരു 9 പേരോളം ആണുങ്ങളുണ്ട്, അവരൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് തിരക്കിയപ്പോൾ 10 ദിവസം ആയതേ ഉള്ളൂ അവരെത്തിയിട്ടെന്നാണ് പറഞ്ഞത്. മറ്റേ 4 പേരായിരുന്നു. അതിലൊരമ്മച്ചി 6 മാസം മുമ്പ് മരിച്ചു. അവര് നമ്മുടെ പാരിപ്പള്ളി ഉള്ളായിരുന്നു. അവരെ ബോഡിയൊക്കെ അവരെ ബന്ധുക്കൾ വന്ന് കൊണ്ടുപോയി. അന്നൊക്കെ ഞാൻ ഇവിടെ വരുമ്പോഴൊന്നും പ്രശ്നങ്ങളില്ലായിരുന്നു. ഈ അമ്മച്ചിമാർ 3 പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അകത്ത് വേറൊരു അമ്മച്ചിയുണ്ട്, അവരോട് കാര്യം തിരക്കിയപ്പോഴും അവരെന്നോട് ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ പറഞ്ഞത് ഇതുപോലെ ഒരാൾ വന്ന് കള്ളു കൊടുത്ത് എടുത്തോണ്ട് പോയി എന്നൊക്കെയാ പറഞ്ഞത്. മറ്റേ സ്ത്രീകളും എന്നോട് അങ്ങനെ തന്നെയാണ്. എന്താ അല്ലേ, സത്യമായിട്ട് പറയുകയാണെങ്കിൽ പൊന്നു മനുഷ്യന്മാർ, ഞെട്ടാതെ ഈ വീഡിയോ കാണാൻ എനിക്ക് പറ്റുന്നില്ല, നിങ്ങളെ എനിക്കറിയത്തില്ല. ഓക്കെ, അടുത്തൊരു സ്ത്രീ പറയുന്നത് അത് നിങ്ങൾ നടുങ്ങും, ഒന്ന് കേട്ടു നോക്കണേ. തൊട്ടലും പിടിക്കലൊന്നും പറ്റത്തില്ല, എനിക്ക് അതിന് തരുമോന്ന് ചോദിച്ചു പുള്ളി. കളിക്കാൻ മാത്രം മതി, വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ പുള്ളി അവിടെ കിടക്കുന്ന ആ അമ്മ ചെവി വെക്കത്തില്ല ആ അമ്മയ്ക്ക് നൈറ്റ് ആ അമ്മേനെ എടുത്തോണ്ട് പോയി അവിടെ ഇട്ട് നൈറ്റ് ഡ്രസ്സെല്ലാം ഊരി അതെന്തോ വെള്ളം ഒന്നാണ്ട് ഒഴിച്ചു കൊടുക്കുന്നു, മദ്യം ഒന്നാണ്ട് ഒഴിച്ചു വായിക്കാത്ത ഒഴിച്ചൊക്കെ കൊടുക്കുന്നു അത് പറയുന്നു. അതിനെ അടിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നു അവരെല്ലാവരും. ആ ചേട്ടനെ അടിക്കുകയും ഒക്കെ ചെയ്യുമെന്ന്. ഇവർക്കാണെങ്കിൽ ഭക്ഷണമൊക്കെ നേരെ ചൂടൊന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ അതുങ്ങൾ പറയുന്നു. സ്ഥിരമായിട്ട് ഉപദ്രവിക്കുന്ന അവർ പറയുന്നത്. എൻ്റെ അടുത്ത് ഈ അമ്മയാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഞാനത് എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു, ചേട്ടാ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ പുള്ളി എപ്പോഴും വെള്ളമാണ്, ഞാൻ വരുമ്പോഴും രാവിലെയും വൈകിട്ട് ഉച്ചക്കൊക്കെ ഇവിടെ വെള്ളമായിട്ട്. ഇല്ല, ഞാൻ നൈറ്റ് നിൽക്കത്തില്ല, 5 മണി വരെ ഉള്ളൂ എനിക്ക്. എന്നാ വെച്ചാൽ എനിക്ക് കുഞ്ഞുള്ളത് കൊണ്ട്, എനിക്ക് 3 പൊടിപ്പിള്ളേരാ, അവരുള്ളത് കൊണ്ട്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞാൽ 5 മണി വരെ നിന്നാ മതി, നീ രാവിലെ പോയിട്ട് വൈകിട്ട് പോരാൻ പറഞ്ഞു. അങ്ങോട്ട് ഞാൻ വൈകിട്ട് പോകും, 5 മണിയാകുമ്പോഴത്തേക്കും ഞാൻ പോകും. എന്താ അല്ലേ, എന്താ നമ്മൾ ഈ കാണുന്നത്, എന്താ അല്ലേ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ലോകം എവിടേക്കാണ് പോകുന്നത്, ഇത് കണ്ട് ഞാൻ നടുങ്ങുകയാണ്. രാഷ്ട്രീയക്കാർക്ക് ചിലത് പറയാനുണ്ട്. 50 വയസ്സുള്ള അമ്മമാരെ ശാരീരികമായി പീഡനത്തിന് വിധേയമാക്കി എന്നതാണ്, ലൈംഗിക പീഡനത്തിന് വിധേയമാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഓടി അടുത്ത വീട്ടിലേക്ക് വന്നു, അവിടെ ഇരുന്ന് കഥ പറഞ്ഞു. പറയാനുള്ള കാരണം ഇവിടെ വളരെ ദുസ്സഹമായ അവസ്ഥയിൽ ഇന്നലെ അവർക്ക് ഇവിടെ കഴിയാൻ പറ്റാത്ത അത്രയും സ്മെല്ലും ക്ലീനിങ് പോലും നടക്കാത്ത അവസ്ഥയിൽ നിന്നാണ് ഇദ്ദേഹം എപ്പോഴും പൂട്ടിയിട്ടിട്ടാണ് പോകാറ്. ഈ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ പൂട്ടിയിട്ടിട്ടാണ് പുറത്തു പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു 7 പട്ടികളുമുണ്ട്. ആളുകൾക്ക് ഇവിടെ കയറി വിടാൻ പോലും കഴിയാത്ത, പരിസരവാസികൾക്ക് കയറി വിടാൻ കഴിയാത്ത അവസ്ഥയാണ് നിലനിന്നിരുന്നത്. അങ്ങനെ ഈ അമ്മമാർ പറഞ്ഞത് അവരെ ശാരീരികമായി 78-80 വയസ്സുള്ള അമ്മമാരെ ശാരീരികമായി പീഡനത്തിന് വിധേയമാക്കി എന്നതാണ്, ലൈംഗിക പീഡനത്തിന് വിധേയമാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പോലീസുമായി സംസാരിച്ചപ്പോഴും മനസ്സിലായത്, പോലീസ് CCTV ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലൊക്കെ കൃത്യമായി ഒരു കിടപ്പ് രോഗിയായ വയോവൃദ്ധയായ അമ്മയെ എടുത്തുകൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് വിധേയമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് കാണാനും കേൾക്കാനും കഴിയാത്ത വാർത്തകളാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ സ്ഥാപനം പൂട്ടണം എന്ന് ബഹുമാന്യായ മന്ത്രിയോട്, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയോട് ബിന്ദു കൃഷ്ണ അവരോട് ഞാൻ ഫോണിൽ സംസാരിച്ചു. മാഡം ഇവിടെ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു വിളിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പോലീസിനോട് നിർദ്ദേശം കൊടുത്ത് ഇതിനെ സമഗ്രമായ അന്വേഷണം, ഇതിനു മുമ്പ് ഇവരുടെ മകൾ ഒരു 18 വയസ്സുള്ള കുട്ടി ഇവിടെ തൂങ്ങി മരിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ നിരവധി ആളുകളെ ഇവർ പീഡനത്തിന് വിധേയമാക്കി കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ അന്തേവാസികളായ അമ്മമാർ പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ സംഭാവന കേരളം മൊത്തം പോയി സംഭാവനകൾ പിരിക്കും, വലിയ തുക പിരിക്കും, സാധന സാമഗ്രികൾ അരി ഉൾപ്പെടെയുള്ള പലവ്യഞ്ജന സാധനങ്ങൾ പിരിക്കും. ഇതെല്ലാം കൊണ്ടുവന്ന് കടകളിൽ വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെ പട്ടിണിക്കിടുകയാണ്. ഇവർക്ക് കഞ്ഞി എന്ന് പറയുന്നത് വല്ലപ്പോഴും ഇച്ചിരി കഞ്ഞി വെച്ച് കൊടുക്കുമെന്നാണ് പറയുന്നത്.
അത്തരം പ്രവണതയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ സമഗ്രമായ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഞാനും സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ അടിയന്തരമായി മന്ത്രിയുടെ നിർദ്ദേശാനുസരണം തിരിച്ചു വിളിച്ചിപ്പോൾ തന്നെ അതിനൊരു ക്രമീകരണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലും വലിയ അത്ഭുതം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരാഴ്ച മുമ്പ് ഒരു സ്ത്രീയെ, ഒരു മാസം മുമ്പ് ഒരു സ്ത്രീയെ ജോലിക്ക് ഇവർക്ക് ഭക്ഷണം വയ്ക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നാണ് പറയുന്നത്. അത് ഇച്ചിരി ചെറുപ്പമായ ഒരു സ്ത്രീയാണ്. അവർ ഭർത്താവ് ഉൾപ്പെടെയാണ്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ താമസിക്കുന്നത്. പക്ഷേ അവരെയും പീഡനത്തിന്, ശാരീരിക പീഡനത്തിന് വിധേയമാക്കാൻ ശ്രമിച്ചു എന്നാണ് അവരും പറയുന്നത്. എന്താ അല്ലേ, കേരള പോലീസിനോട് വിനയത്തോടൊരു കാര്യം പറയാം, ഇങ്ങനെയുള്ളവരെ വെറുതെ വിടരുത് പൊന്നു സർക്കാരെ. അതായത് ഇവരെ വെറുതെ വിടരുത്. ഇവർക്കൊക്കെ ഒരു ധാരണയുണ്ട്, എന്ത് ചെയ്താലും 3 മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാം, ഇത് നമ്മൾ അനുവദിക്കരുത്. എന്താ അല്ലേ, അതായത് ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും പൊന്നു മനുഷ്യന്മാരെ. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ.